ആ എങ്ങോട്ട് കൂടെ? ഞാനൊന്ന് കടയിലൊക്കെ പോവാന്ന് വിചാരിച്ചു. നിങ്ങളെ കാണുന്ന വെച്ചിരിക്കായിരുന്നു. എന്ത് പറ്റി? അല്ല മറ്റേ ചിട്ടീന്റെ പൈസ. ഏത് ചിട്ടി? ഏത് ചിട്ടിയോ? ആ നിങ്ങൾ ചിട്ടി പിടിച്ചിട്ട് പോയിട്ട് പിന്നെ ഒന്നും വച്ചിട്ടില്ലല്ലോ. ആ പൈസ ഇപ്പൊ 3-4 മാസായില്ലേ. ഇതിപ്പോ എന്താച്ചാ ഈ ചിട്ടി പിടിക്കണ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കണല്ലോ. അപ്പൊ ഇങ്ങടൊക്കെ കയ്യിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ട് വേണ്ടേ? എപ്പ തരൂ? അതൊക്കെ തരാം, പൈസ തരാം. എപ്പ തരൂ? സമയമൊക്കെ ചോദിച്ചാൽ ഞാനെങ്ങനെ പറയും എപ്പോ തരാന്നൊക്കെ ചോദിച്ചാല്? അത് കൊള്ളാ. അല്ല നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ചിട്ടി പിടിച്ചാ പിന്നെ പൈസ തരണ്ടേ? അതിന് ആര് പറഞ്ഞൊഴിയണോ? ഞാൻ പറഞ്ഞൊഴിയണില്ലല്ലോ. കോടിക്കണക്കിന് പൈസ ഒന്നും അല്ലല്ലോ ഞാൻ കൊണ്ട് പോണത്. കോടിക്കണക്കിന് പൈസ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടും ഇല്ല. ഇതിപ്പോ എന്താ വെച്ചാല് കാര്യങ്ങൾ നടക്കണ്ടേ. നിങ്ങൾ പൈസ ഇപ്പൊ തരുന്ന് പറയ്. പൈസയൊക്കെ തരാം. അങ്ങനെ പൈസയൊക്കെ തരാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ആണോ പറയുന്നത്? കാര്യമായിട്ടല്ലേ പറഞ്ഞത് പൈസ തരാന്ന്. നിങ്ങൾ ഇത്ര മാസമായിട്ട് എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ സൗകര്യത്തിന് പൈസ എന്റെ സൗകര്യത്തിനെ ഞാൻ തരുള്ളൂ. അങ്ങനെ പറ്റൂല. നിങ്ങളുടെ സൗകര്യത്തിന് നടക്കൂലെന്ന്. അങ്ങനെ പറ്റൂ. അതെങ്ങനെ ശരിയാവുന്നേ? എങ്ങനെ ശരിയായിക്കോട്ടെ, എനിക്കെന്താ എന്റെ സൗകര്യത്തിന് ഞാൻ പൈസ കൊണ്ടുവന്ന് തരും. റസിയ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ വേണമെന്നൊക്കെ പറയുമ്പോ ഈ ഹുങ്കൊന്നും കണ്ടിട്ടില്ലല്ലോ. ഒരു ഹുങ്കും കണ്ടില്ല. പിന്നെന്താണ്? പൈസ താങ്ങട്ട്. പൈസ ഞാൻ തോന്നുമ്പോ തരും. തോന്നുമ്പോ തന്നാ പോരാ. പിന്നെപ്പോഴും എപ്പോഴാണ് തരാന്ന് പറഞ്ഞാ ഞാൻ അപ്പൊ വീട്ടിൽ വന്ന് മേടിച്ചോളാം. എന്റെ സ്വഭാവം മാറ്റിക്കാം. ആരെടുത്ത് പേടിപ്പിക്കണേ? നീ എന്നെ അടിച്ചു അല്ലേ? ഞാൻ ചെലപ്പോ അടിക്കൂ. ഞാൻ ആരാണെന്ന് അറിയാവോ? ഈ ആരായാലും എനിക്ക് എന്താണെന്ന്? ശ്രീധരന്റെ ഭാര്യയാണ്. കണക്കായിപ്പോയി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒന്ന് പോടോ. പൈസ വെച്ചിട്ട് ഉളുപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്നിട്ട് കാണിച്ചു തരാവൂന്ന്. വൈകുന്നേരം ഞാൻ വരുമ്പോ ഇന്നലത്തെ പൈസ കൂടെ എടുത്തു വെച്ചേക്കണം. എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ പറഞ്ഞേ കടയും പൂട്ടിട്ട് വന്ന് ഇവിടെ വയ്ക്കുന്നത്. ആശാൻ ഏതോ എരണക്കെട്ടവരെ പേടിച്ച് കടയും പൂട്ടി പോയിനി. പിന്നെ പൂട്ടിയ വീടിയ മുമ്പിൽ ഞാൻ തിരിക്കുന്നു. ഞാൻ ഒരു ചോടയും കുടിച്ച് പോവാ. നീ കോടാലി ശ്രീധരനെ പറ്റി കേട്ടിട്ടുണ്ടോ? കോടാലി ശ്രീധരനാ? കോടാലി ശ്രീധരൻ എന്റെ മുമ്പിൽ വെക്കൂല. ഞാൻ 1-2 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്താ ഇനി? ഞാനാണ് കോടാലി ശ്രീധരൻ. നിങ്ങളാണ് കോടാലി ശ്രീധരൻ? ഞാൻ കൊറേ കാലം കാണാന്ന് വിചാരിച്ചിനി. ഇത്തിരി തടിയും മണ്ണും ഉണ്ടാ. നിങ്ങൾ ഈ കോടാലി ഓർമ്മ ചെറുത് വിചാരിച്ചു. ശ്രീധരേട്ടാ സന്തോഷം. സോഡ വേണം നിങ്ങൾക്ക്? ആശാൻ അവനോട് പറഞ്ഞേരെ, അവന്റെ ഇടത്തെ കാല് ഞാൻ വിട്ടുവന്നു. എന്തിനാന്നോ? എടാ അവന്റെ പെണ്ണുമ്പിള്ള എന്റെ പെണ്ണുമ്പിള്ള അടിച്ചാ. അയ്യോ, അതിന് പെണ്ണുമ്പിള്ളോടല്ലേ ചോദിക്കണ്ട്, എന്റെ ആശാനോട് എന്തിനാ ചോദിക്കുന്നത്? എടാ ശ്രീധരൻ പെണ്ണുങ്ങളെ തൊടൂല. അതുമല്ല അവന്റെ ഇടത്തെ കാലില്ലാതെ അവൻ നരകിച്ച് ജീവിക്കുന്നത് അവന്റെ പെണ്ണുമ്പിള്ള കാണണം. അയ്യോ, ആശാന്റെ ഇടത്തെ കാലെടുത്ത് എങ്ങനെയാ ടയർ മിഷൻ അടിക്കല്? അപ്പൊ പണി പോവും, എന്റെ പണി പോവും. നീ ഒരു കാര്യം ചെയ്യോ, നീ നിന്റെ ആശാനോട് പോയി പറഞ്ഞേരെ, എവിടെ പോയി ഒളിച്ചാലും ശ്രീധരൻ പൊക്കിയിരിക്കുന്നു, അവന്റെ കാല് ഞാൻ എടുക്കുക. അപ്പൊ പറ സോഡ. എടാ ആദ്യം വീട്ടിലിരിക്കണ ഭാര്യമാരെ മര്യാദക്ക് ഇരുത്താൻ പഠിക്കണം. അതിനാ പഠിക്കണ്ടത്. ആ ശ്രീധരന്റെ ഭാര്യ തല്ലണ്ട എന്ത് കാര്യമുണ്ട് ഇതിന്റെ റിസയ്ക്ക്? അല്ല നീ പറയും. അല്ല വാസുട്ടേ, ഇപ്പൊ എന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കായ് കൊടുത്തിട്ട് ഓളെ തല്ലിപ്പിച്ച മാതിരി ഉണ്ടല്ലോ. ഈ എന്താ പറയണേ? അല്ലേലും ഈ പെണ്ണുങ്ങളെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആണുങ്ങൾക്ക് തല്ലുകൊണ്ട് മരിക്കും. അത് നാട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. എടാ ജോസുട്ടി, ഞാനല്ല അവളെ ഈ കുറി തുടങ്ങിപ്പിച്ചത്. ഓളിത് തുടങ്ങിയിട്ട് പകുതി ആകുമ്പോഴാണ് ഞാൻ വിവരം തന്നെ അറിയണേ. അതന്നെ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഓൾ എന്നോട് ചോദിച്ചോ കുറി തുടങ്ങുമ്പോ? ചോദിച്ചോനോട് എന്താ ചോദിക്കാത്? അപ്പൊ അന്ന അത്ര വിലയുള്ളൂ. അതാണ്. എടാ ചെങ്ങായി, ഓളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഓളുടെ മാതിരി ഞാനും കിടന്ന് ഇങ്ങനെ പെടച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സ്ഥിതി എന്താവും? ഓളമാതിരി പടക്കണം എന്നല്ല പറയണത്. ഒരു ചെറിയൊരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണ്ടേ? അല്ല അത് വേണോ വേണ്ടേ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഓളെ ഒന്നും പറയില്ല എന്ന് വെച്ച് പറഞ്ഞു ഇജ്ജ് കേൾക്കല്ല അവിടുത്തെ ബഹളങ്ങള്. ഇങ്ങനത്തെ ഒരാളെ ഞാൻ എന്താ ചെയ്യുന്നത്? പിന്നെ തല്ലി അങ്ങോട്ട് കൊല്ലേ. അന്ന് ഇനി വർത്താനമൊന്നും പറഞ്ഞ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ തൊങ്ങി നടക്കുക. ഇടത്തെ കാലം ഉണ്ടാവില്ല, അവൻ കൊണ്ടുപോകും ശ്രീധരൻ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഓള് കുറി തുടങ്ങണേനും ഓള് കായ് ഉണ്ടാക്കണേനൊക്കെ ഈ കുറ്റം പറയണ്ടല്ലോ. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇത്തിരി കായ് ഇങ്ങോട്ട് കിട്ടാണ്ടാവോ? എത്ര കായ് കിട്ടാണ്ടാവുമ്പോൾ ഞാൻ മിസ് അടിച്ച കായൊന്നല്ല എടുത്തു തരണേ. ഓൾഡേയിൽ ഇരിക്കുന്ന കായാണ് നിങ്ങൾക്കൊക്കെ എടുത്തു തരണേ. മനസ്സിലാവുണ്ടോ? ഞാൻ എന്റെ വർത്താനൊക്കെ നിർത്തിക്കോ. എന്തായാലും ശ്രീധരൻ വരും, കാല് വെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ ഒരു തർക്കൂല. വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടു, ഇനി അതിൽ ആലോചിക്കാനൊന്നുമില്ല.
വാസുട്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനുണ്ടാക്കുക. നിങ്ങൾ ഈ കാല് വെട്ടണ കാര്യം തന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തല്ലേ. പേടിപ്പിക്കാൻ വേണ്ടി പറയണല്ല പരീക്ക. ആ കുമ്പിടി ശാന്തയുടെ കാര്യം അറിയാൻ പാടില്ലേ? ഈ ശാന്ത ഒരു ദിവസം ചെന്ന് ഈ രമണിക്കിട്ട് തല്ലിയിട്ടാണ് അയാൾ കലി കയറി വന്നിട്ട് ശാന്തയുടെ കെട്ടിയോന്റെ കാല് മുറിച്ചത്. അങ്ങനെയാണ് ഈ ശാന്ത അലമ്പായി തുടങ്ങിയത്. 2 കൊല്ലം ജയിലിലായിരുന്നു ഇപ്പം ആരാണ്ടിൻ്റെ കാല് വെട്ടിയിട്ട്. ഇപ്പം 2 മാസമുള്ള ഇറങ്ങിയിട്ട്. ഞാൻ ആകെ ജീവിതത്തിൽ 2 പേരുടെ കയ്യിൽ സ്ഥിരമായിട്ട് കോടാലി കണ്ടിട്ടുള്ളൂ. ഒന്ന് പരശുരാമനും പിന്നെ ഈ ശ്രീധരനും. അതെ ജോസുട്ടേ, ഈ ഓന് ഇങ്ങട് കോടാലിയായിട്ട് വരണേറ്റ് മുമ്പേ നിങ്ങൾക്ക് 2 ആൾക്കും ഒന്ന് അവിടെ ചെന്നിട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റും. ഒത്തുതീർപ്പ് ഞങ്ങൾ 2 ആളും കൂടി ശ്രീധരന്റെ അടുത്തേക്ക്. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അവൻ്റെ ടീപ്പോയുടെ പുറത്ത് ഇടത്തേക്കാല് കിട്ടണം അവന്. നിങ്ങൾ ഈ കാലിന്റെ കാര്യം പറഞ്ഞ് ഇന്ന് ബേജാറടിപ്പിക്കാന്നല്ലാണ്ട് നിങ്ങൾ ഇതിനൊരു തീരുമാനം പറയണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോണോ? പോലീസിന് പരാതി കൊടുത്താലാണ് ഒരു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതി കൊടുക്കാം. ഈ ചെന്ത് വർത്താനട ചെങ്ങായി പറയണത്. ഓൾക്ക് ഈ കുറി നടത്താൻ വല്ല ലൈസൻസ് ഉണ്ടോ? ഇനി ഓളും കൂടി ജയിലിൽ പോകാനുള്ള വഴിയാ നിങ്ങൾ പറഞ്ഞേ. അപ്പൊ പിന്നെ ആ വഴി നടക്കില്ല. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ മാർഗില്ല കേട്ടോ. വാസുട്ടേ, നിങ്ങൾ ഈ തമാശ കളിച്ച് എന്റെ കുടുംബാണ് പോണട്ടാ. അതെ, നമുക്ക് ആ മെമ്പറിനെ ചെന്ന് കണ്ടൊന്ന് സംസാരിച്ചാലാ. എന്നിട്ട് ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് വികലാംഗർക്ക് പ്ലാസ്റ്റിക്കിന്റെ കാല് കൊടുക്കണ്ടെന്ന് കേട്ട്. പ്ലാസ്റ്റിക്കിന്റെ കാലും ഇതും തമ്മിൽ എന്താ ബന്ധം? ഈ കാലം അടുത്ത ആഴ്ച ശ്രീധരൻ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞാൽ പരീതിക്കാർക്ക് നടക്കണ്ടേ, മിഷ്യൻ ചവിട്ടണ്ടേ. ഇപ്പൊ അപേക്ഷ കൊടുത്ത അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും കാല് കിട്ടും. അതെ, നിങ്ങൾക്ക് 2 ആൾക്കും ഇത് തമാശ കളിയാ. എന്റെ ജീവിതാട്ടോ. തമാശാക്കിയല്ല, ഉള്ള കാര്യം പറഞ്ഞാണ്. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ എന്തുള്ളത് അറിയോ പരുട്ടിയെ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണാനുള്ളൂ. ശ്രീധരനാണെങ്കിൽ പറഞ്ഞത് ചെയ്യും. ആ കാര്യം ഉറപ്പാണ്. നീ തൽക്കാലം ഒരാഴ്ച 2 ആഴ്ച വീട്ടിലിരിക്കും. പുറത്തേക്ക് ഇറങ്ങണ്ട. കടയൊക്കെ വേണിച്ചാൽ പൂട്ടിക്കോ. ആ നല്ലത്. ഓനെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കയറി കുത്തിരിക്കേ. കാല് വേണ്ടേ? കാല് വേണ്ടേ? അതേ, വീട്ടിൽ പോയിരുന്നോട്ടെ. അവനെങ്ങാനും ഇങ്ങോട്ട് വന്നാല് നമ്മുടെ ആരുടെ കാലാപണെന്ന് ഒരു തരം തിരിവുണ്ടാവൂല. അതേപോലെ എൻ്റെ റസിയോട് അത്യാവശ്യം മര്യാദക്ക് പെരുമാറാൻ പറയാം ആൾക്കാരോട്. അത് പറയണം. വാസുട്ടേ, ഞാൻ വന്നേ. ഈ ശ്രീധരനെ ഏതായാലും പരിക്കട വീട്ടിൽ അന്വേഷിച്ച് വരുമല്ല. ആ സമയത്ത് പുള്ളീനെ നമുക്ക് അവളുടെ പർദ്ദയൊക്കെ ഇട്ട് നിർത്തിയിട്ട് ഈ മുണ്ടും ഷർട്ടും റസിയാനും ഉടുപ്പിച്ചാലോ. അവളുടെ ഒരു കാലങ്ങാട് പോട്ടെ, നാക്കിന് ഇത്തിരി അടക്കം കിട്ടും. എന്താ പറഞ്ഞേ? ഇല്ല, എന്തേലും അടിയന്തരമായിട്ട് ചെയ്യണമല്ലോ. നമുക്ക് പ്രശ്നം ഗുരുതരമാണ്. ഈ ദജ്ജാല് ചെയ്തു വെക്കണ ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം. വിട്ടോ, വീട്ടിലേക്ക് വിട്ടോ. ഒറ്റക്ക് വിടണ്ട, ഒന്ന് കൂടെ ചെല്ല്. ഞാനും ഓരും കൂടി നിലവിളിക്കാനെങ്കിലും ആളിരിക്കട്ടെ, ഒന്നും ചെയ്യാനല്ല. വായോ, നമുക്ക് ഒരുമിച്ച് പോകാം. ശരി കേട്ടോ.